വിദേശത്തു നിന്നും ഇന്ത്യക്കാർ രാജ്യത്തേക്ക് അയക്കുന്ന പണത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ അയച്ചിരിക്കുന്നത് 10.18 ലക്ഷം കോടി രൂപയാണ്. വലിയ തോതിലുള്ളൊരു മുന്നേറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2010-11 കണക്കെടുക്കുമ്പോൾ അത് കേവലം 4.7 ലക്ഷം കോടി രൂപയെ മാത്രമായിരുന്നു. അതാണിപ്പോൾ 10.18 ലക്ഷം കോടി രൂപയെ ഉയർന്നിരിക്കുന്നത്. ഇനി ഒരു പ്രൊജക്ഷൻ നമ്മൾ നോക്കിയാൽ റിസർവ് ബാങ്ക് പറയുന്നത് 2029 ഇത് 13.81 ലക്ഷം കോടി രൂപയായി ഉയരും എന്നാണ്. പുതിയ കണക്കുകൾ വരുമ്പോൾ വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നത് പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ പണം അയക്കുന്നത് എന്നാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ പിന്തള്ളി ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും, അതായത് വികസിത രാജ്യങ്ങൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. 27.7% പണവും വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്താണ് UAE നിൽക്കുന്നത്, 19.2%. മൂന്നാം സ്ഥാനത്ത് UK ആണ്, ബ്രിട്ടൻ. അത് 10.8% റെമിറ്റൻസ് ഇന്ത്യയിലേക്ക് വരുന്നത് UK-യിൽ നിന്നാണ്. ഇനി നമ്മൾ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ കണക്കൊന്ന് പരിശോധിച്ചാൽ 1990 66 ലക്ഷം ഇന്ത്യക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ 2024 വരുമ്പോൾ അത് 1.8 കോടി ആളുകളായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. മൊത്തം റെമിറ്റൻസിൻ്റെ 20.5% മഹാരാഷ്ട്രയിലാണ്. പക്ഷെ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കാണുന്ന ഒരു കാര്യം വലിയ തോതിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അത് 35.2% ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ കേരളമുണ്ട്. 19.7% കേരളത്തിലേക്ക് ലഭിക്കുന്ന റെമിറ്റൻസിൻ്റെ കണക്ക്. അപ്പോൾ ഈ കേരളം സമീപകാലത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കുന്നത്. കാരണം മഹാരാഷ്ട്രയുമായിട്ട് 0.8% വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് ഒരുപക്ഷെ കേരളം സമീപ ഭാവിയിൽ തന്നെ റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതിന് സാധ്യതയുണ്ട്. ഇനി തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ വരുന്നത് തമിഴ്നാട്, തെലങ്കാന, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് എന്നുള്ളൊരു പ്രത്യേകതയും എടുത്തു പറയത്തക്കതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.